ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ VFA എക്സാംസ് ഓൾറെഡി നമുക്കറിയാം. പ്രിലിംസ് ഇല്ല, മെയിൻസ് മാത്രമേ വരുന്നുള്ളൂ. 2026 നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകളിലൊന്നാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ഒരുപാട് പേര് വരുന്നുണ്ട്. ഈവൻ ഗ്രാജുവേറ്റ്സ് അടക്കം അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണ്. അപ്പോൾ എന്നത്തേക്കാണ് നമുക്ക് ഇനി എക്സാം വരിക ആൻഡ് ഇനി നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധ്യത എത്രത്തോളമാണ്, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ. സോ വൺസ് അഗൈൻ വെൽക്കം ടു ACB അക്കാഡമി. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ PSCയുടെ എക്സാം കലണ്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, PSCയുടെ എക്സാം കലണ്ടർ വെച്ച് നോക്കുമ്പോൾ VFAയുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം നമുക്കറിയാം സെപ്റ്റംബർ ടു നവംബർ മാസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് VFAയുടെ എക്സാംസ് വന്നിരിക്കുന്നത്. നമുക്കറിയാം മെയിൻസ് മാത്രമേ ഉള്ളൂ അല്ലെ, മെയിൻസ് മാത്രമേ ഉള്ളൂ, എന്തില്ല, പ്രിലിംസ് ഇല്ല. അപ്പോൾ സെപ്റ്റംബർ ടു നവംബർ, അതിലപ്പോൾ മാക്സിമം പോസിബിൾ നേരത്തെ വരാൻ സാധ്യത ഡേറ്റ് എന്ന് പറയുന്നത് എന്തായാലും 2026 തന്നെ എന്ത് ചെയ്യും, എക്സാം ഉറപ്പായിട്ട് നടക്കും അല്ലെ. 2026 ഉറപ്പായിട്ട് എന്ത് ചെയ്യും, എക്സാം നടക്കും. കാരണം അടുത്ത 3 വർഷം കഴിയുമ്പോൾ എന്താണ്, അടുത്ത വർഷത്തേക്ക് ലിസ്റ്റ് വരേണ്ടതാണ്. സോ ഓൺ ടൈമിൽ ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ വർഷം ലാസ്റ്റ് തന്നെ എക്സാം നടന്നേ പറ്റൂ. അപ്പൊ അതിനകത്ത് നമുക്ക് പിന്നീട് ചാൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ വർഷം നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം തന്നെയാണ് എന്ന് പറയുന്നത് VFAയുടെ എക്സാം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കുറച്ചൊരു ഹൈ ലെവൽ സിലബസ് ആണ്. അതായത് ഈ പറയുന്നത് കമ്പനി ബോർഡ് AGS ബെവ്കോ LDC കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ബെവ്കോ LDC VFA ഏകദേശം എന്ത് തന്നെയാണ്, സെയിം ലെവൽ എക്സാംസ് തന്നെയാണ്. നമ്മുടെ LDയുടെ സിലബസ് ഒക്കെ തന്നെയാണ് കൂടുതലായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അത്രയും വരുന്ന ഒരു സിലബസ് ഇനിയും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം മെയിൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ബാക്കി 10th പ്രിലിംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഈ 3 എക്സാമിന് ഒരുമിച്ച് പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ ഫോക്കസ് എങ്ങോട്ടേക്ക് തന്നെയാണ് പോകേണ്ടത്, നമ്മുടെ VFAയുടെ മെയിൻസിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് പഠിത്തം പോകേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ബിവറേജ് LDയും അതുപോലെ എന്താണ് VFAയുടെയും സിലബസ് ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ 3-in-1 സ്റ്റഡി, ഇപ്പം നിങ്ങൾ ഒരുമിച്ച് എക്സാംസിന് പഠിക്കുന്നവരാണെങ്കിൽ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം കുറച്ച് വൈഡാണ് എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓൾറെഡി ഈ പറയുന്ന പോലെ റിവിഷൻ കണ്ടക്ട് ചെയ്താൽ അല്ലെ, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് റിവിഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്കറിയാം സെപ്റ്റംബർ എന്ന് പറയുന്നത് മാക്സിമം എപ്പോഴും നേരത്തെ, എത്രത്തോളം നേരത്തെ വരാനാണ് സാധ്യത, ആ ഒരു ടൈം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇപ്പം നമുക്കറിയാം മാർച്ചായി അല്ലേ, മാർച്ചായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏകദേശം എത്ര സമയം വരുന്നുണ്ട് നമുക്ക്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ, അതെ അപ്രോക്സിമേറ്റ്ലി ഏകദേശം 6 മാസം, 180 ഡേയ്സ് ആണ് മാക്സിമം നമുക്ക് എന്ത് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് വരുന്നത് അല്ലേ. മാക്സിമം നമുക്കൊരു 180 ഡേയ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്നൊരു ടൈം കൊണ്ട് നിങ്ങൾ കവർ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അറിയാമല്ലോ, ഓൾറെഡി കുറേ പേര് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാറായി കഴിഞ്ഞു. അതായത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമം ഏർലി സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഗുണം എന്ന് പറയുന്നത്, അതിന് ശേഷമുള്ള ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലേ. ഇതാണ് നമ്മുടെ VFAയുടെ സിലബസ് എന്ന് പറയുന്നത്. ഇതാണ് VFAയുടെ സിലബസ് എന്ന് പറയുന്നത് അല്ലേ. അത് ഞാൻ പറഞ്ഞാണ്, ഈ പറഞ്ഞ പല ടോപ്പിക്സ് നിങ്ങൾ പ്രിലിംസിന് വേണ്ടി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു VFA മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഏകദേശം 180 ദിവസങ്ങളാണ് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് വരുന്നത് അല്ലേ. അപ്രോക്സിമേറ്റ്ലി ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ VFAയുടെ സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ എക്സാമിൽ ഒരു ഹയർ റാങ്ക് നിങ്ങൾ സ്വപ്നം കാണാനായിട്ട് പറ്റുമോ എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് VFA എന്ന് പറയുന്ന ഒരിക്കലും മാസ് റിക്രൂട്ട്മെന്റ് ഒന്നും നടക്കുന്ന ഒരു പോസ്റ്റ് ആണോ, അല്ല. പക്ഷേ അത്യാവശ്യം ഡീസന്റ് നമ്പർ ഓഫ് നിയമനങ്ങൾ നടക്കുന്ന, കമ്പനി ബോർഡ് LGS പോലെയൊന്നും അല്ല, ജില്ലാലത്തിൽ നോക്കുമ്പോൾ കൃത്യമായിട്ട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് ശരിയായ രീതിയിൽ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എന്ന് പറയുന്നത് VFA എന്ന് പറയുന്നത് അല്ലേ. ഒരിക്കലും എഴുതുന്ന ലിസ്റ്റ് വരുന്ന എല്ലാവർക്കും ജോലി ഒന്നും നമ്മൾ പറയാമല്ലോ. ഒന്നാം കാര്യം VFAയുടെ കേസിൽ ഒരു ജംബോ ലിസ്റ്റോ കാര്യങ്ങളൊന്നും വരാറില്ല. LGS LD പോലെ ഒരു ജംബോ ലിസ്റ്റ് ഒന്നും വരാറില്ല. ആവശ്യമായിട്ടുള്ള നിയമനങ്ങൾ അതിനനുസരിച്ചുള്ള ലിസ്റ്റ് മാത്രമേ വരാറുള്ളൂ. അപ്പൊ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ജോബ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഏറ്റവും അധികം ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജോലിയാണ് അല്ലേ. ഈ പറഞ്ഞ 10th ലെവൽ എക്സാംസ് ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു പോസ്റ്റുമാണ്. അപ്പോൾ ഒരുപാട് പേര് എഴുതുന്നുണ്ട്, പക്ഷെ ഒത്തിരി മാസ് റിക്രൂട്ട്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഒരു ഡീസന്റ് ലെവൽ ഓഫ് നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എന്ന് പറയുന്നത് VFA എന്ന് പറയുന്നത്. സോ ജോലി ഉറപ്പിക്കണമെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. സോ ജസ്റ്റ് റാങ്ക് ലിസ്റ്റിലേക്ക് വരാം. അതിപ്പോൾ VFAയുടെ കേസിലല്ല, ഏത് എക്സാമിലാണെങ്കിലും ഈ റാങ്ക് ലിസ്റ്റിൽ പേര് വരിക എന്നുള്ള ട്രെൻഡ് കഴിഞ്ഞു. റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതല്ല, റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിലേക്ക് എത്തുക, ജോലി ഉറപ്പിക്കുക എന്നുള്ളതാണ്. സോ അതിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ 180 ദിവസത്തിൽ മാക്സിമം റിസൾട്ട് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും നിങ്ങൾ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അതിനുള്ള ടൈം ഉണ്ടോ എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, സിലബസ് കവർ ചെയ്യണം അല്ലേ. ആദ്യം നിങ്ങൾ സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യണം. ആൻഡ് അതിനുശേഷം നിങ്ങൾ എന്ത് കൊടുക്കണം, PYQ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ. ഒരിക്കലും പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്താവില്ല, പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക്, അല്ലെങ്കിൽ സിലബസ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് മാത്രം നിങ്ങൾക്ക് ഒരു ഹയർ റാങ്ക് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി എത്ര വലിയ എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ സിലബസ് കവർ ചെയ്തിട്ട് മിനിമം 1 ടൈമെങ്കിലും അത് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് ഒരു ഹയർ റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും അല്ലേ. എസ്പെഷ്യലി ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ തവണ സിലബസ് പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മാക്സിമം മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല.
സോ ഇനി ലിമിറ്റഡ് ടൈമിൽ മാക്സിമം നിങ്ങൾക്ക് എങ്ങനെ സിലബസ് കവർ ചെയ്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ റിവിഷൻ കണ്ടക്ട് ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് അല്ലേ. സോ ഓൾറെഡി ഒരുപാട് പേര് ഒരുപാട് മുന്നിലെത്തി കഴിഞ്ഞു. അവരോട് എത്തണം എന്നുണ്ടെങ്കിൽ ഇനി ലിമിറ്റഡ് ടൈമിൽ മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ 3-in-1 ബാച്ച്, പ്രയാണം ബാച്ച് എന്ന് പറയുന്നത് അല്ലേ. ഓൾറെഡി അറിയാം VFA ഉണ്ട്, വെബ് ക്വാളിറ്റീസ് ഉണ്ട്, കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇതിൽ ഓരോ എക്സാം മാത്രം പഠിക്കുന്നവരാണെങ്കിൽ അതിന് വേണ്ടി ഇൻഡിവിജ്വൽ ബാച്ചസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം 3 എക്സാമുകൾക്കും പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ബാച്ച് ആണ് നമ്മുടെ ഒരു 3-in-1 ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഏർലി, ഞാൻ പറഞ്ഞില്ല എന്താണ് സിലബസ് നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ഏർലി തന്നെ നമ്മൾ കവർ ചെയ്യും അല്ലേ. അപ്പോൾ ഓൾറെഡി നേരത്തെയൊക്കെ ജോയിൻ ചെയ്ത സിലബസ് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് വരുന്നവർക്ക് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, സിലബസ് നമ്മൾ മാക്സിമം ഏർലി കവർ ചെയ്യും. ആൻഡ് അതിനോടൊപ്പം തന്നെ PYQ ബേസ്ഡ് റിവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, PYQ ബേസ്ഡ് റിവിഷൻ, അതായത് ഏതൊരു ടോപ്പിക്സ് എടുത്താലും നമ്മൾ റെഗുലർ ആയിട്ട് ഈ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. റെഗുലർ ബേസിസിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ആയിരിക്കും നമുക്ക് എന്തും വരിക, ഈ PYQ ബേസ്ഡ് മോക്ക് എന്താണ് റിവിഷൻസും കണ്ടക്ട് ചെയ്യുക. സോ ഓൾറെഡി ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ PYQസും പഠിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ്, എവിടേക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇതൊക്കെ ഈ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് മനസ്സിലാവും. ആൻഡ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ എവിടെയാണ് നിങ്ങൾ വീക്ക് എന്നുള്ളതും എവിടെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്നുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് പ്രാക്ടീസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും അല്ലേ. സോ PYQ ബേസ്ഡ് റിവിഷൻ ഉണ്ടായിരിക്കും, അതുപോലെ റെഗുലർ ബേസിൽ മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ന്യൂ SCRT, ഈ വരാൻ പോകുന്ന എക്സാമുകളുടെ എല്ലാം ഞാൻ വീണ്ടും പറയുന്നു, ക്വസ്റ്റ്യൻസിന്റെ ഏറ്റവും വലിയ സോഴ്സ്, എസ്പെഷ്യലി സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് ന്യൂ SCRT തന്നെയായിരിക്കും. കാര്യം കഴിഞ്ഞ വർഷമാണ് വന്നത്, ഈ വർഷമായിരിക്കും അതിനെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ന്യൂ SCRTയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കറണ്ട് അഫേഴ്സിനും നമുക്ക് എന്തായിരിക്കും, സ്പെഷ്യൽ സെക്ഷൻസ് ഉണ്ടായിരിക്കും. അത്തരത്തിൽ ഈ ലിമിറ്റഡ് ടൈമിൽ മാക്സിമം റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ ഈ ഒരു BFAയുടെ ബാച്ച് എന്ന് പറയുന്നത്. സോ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമുക്ക് ടൈമില്ല. ഓക്കെ, ഇനി നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേഞ്ചർ സോണിലാണ്. ഓൾറെഡി നമ്മൾ ഒരുപാട് ലേറ്റ് ആണ്. കാരണം ഒരുപാട് പേര് ലാസ്റ്റിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷന് മുൻപേ പഠിച്ചു തുടങ്ങിയവരുണ്ട്. അപ്പോൾ അവരെ കവർ ചെയ്ത് ഒരു പടിയും കൂടെ മുന്നിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഇനിയും സമയമുണ്ട്. കാരണം നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, എത്ര നേരം പഠിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പഠിക്കുന്ന ടൈം എത്രത്തോളം പ്രൊഡക്റ്റീവ് ആക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനിയെങ്കിലും തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ നമുക്ക് ടൈം വളരെ ലിമിറ്റഡ് ആകും. നിങ്ങൾക്ക് തന്നെ അവസാനം നല്ല സ്ട്രെയിൻ ആകും. ടൈം മാനേജ് ചെയ്യുന്നവരെല്ലാം പ്രശ്നം വരും. സോ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് ഇനിയെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് റിവിഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റൂ. അതുകൊണ്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. സോ പെട്ടെന്ന് വിളിക്കുക, അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓൾ ദി ബെസ്റ്റ്.